തിരുവനന്തപുരം പെരൂർക്കടയിലെ വ്യാജ മാലമോഷണ കേസിൽ പോലീസ് നുണക്കഥ മെനഞ്ഞെന്ന് ക്രൈംബ്രാഞ്ച്. നിരപരാധിയായ ബിന്ദുവിനെ മോഷ്ടാവായി ചിത്രീകരിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷനും കൈമാറി. നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരും എന്നാണ് കടുത്ത മാനസിക പീഡനം നേരിട്ട ബിന്ദുവിന്റെ പ്രതികരണം. പനയമുട്ടം സ്വദേശിയായ ബിന്ദു പേരൂർക്കടയിൽ വീട്ടിൽ ജോലിക്ക് നിന്ന സമയത്താണ് ഉടമയായ ഓമന ഡാനിയലിന്റെ സ്വർണ്ണമാല മോഷണം പോയത്. ഓമനയുടെ പരാതിയെ തുടർന്ന് ബിന്ദുവിനെ സ്റ്റേഷനിലെത്തിച്ച പേരൂർക്കട പോലീസ് ക്രൂരമായി പെരുമാറി. ബിന്ദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു. തുടർന്ന് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരൻ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്. ഓമനയുടെ വീട്ടിലെ സോഫയിൽ നിന്നാണ് മാല ലഭിച്ചത്. എന്നാൽ വീടിന് പുറത്തുനിന്ന് മാല കിട്ടിയെന്ന മൊഴി പറഞ്ഞാൽ മതിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഓമനയോട് ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അന്യായമായി കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് ഇങ്ങനെ ചെയ്തത്. ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത വിവരം CI ശിവകുമാറിന് അറിയാമായിരുന്നു. പോലീസ് കെട്ടുകഥയുണ്ടാക്കുകയായിരുന്നു. ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ബിന്ദുവിനെ അന്യായമായി തടവിൽ വെച്ചതിന് ശിവകുമാറിനെതിരെയും വ്യാജ പരാതിയിൽ ഓമനയ്ക്കെതിരെയും നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഈ ഓമന ഡാനിയൽ മാല കിട്ടിയെന്നുള്ള വിവരം വന്ന് സ്റ്റേഷനിൽ വന്ന് പ്രസന്നോടും പറഞ്ഞിട്ടും അത് ആ കുറ്റം എന്റെ തലയിൽ തന്നെ വെച്ച് കെട്ടിത്തരയായിരുന്നു. പിന്നോട്ട് പോവില്ല, മുന്നോട്ട് തന്നെ പോകും. നീതി കിട്ടുന്നത് വരെ ഞാൻ പോരാടും. അവർക്ക് ജോലിയിൽ നിന്ന് വരെ പിരിച്ചുവിടണം എന്നാണ് എന്റെ ആഗ്രഹം. നിലവിൽ SI പ്രസാദ് അടക്കം 2 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ്. ആരോപണ വിധേയരായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു തുടക്കം മുതൽ പേരൂർക്കട പോലീസ് സ്വീകരിച്ചത്. ബിന്ദുവിന്റെ പരാതിയിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.